ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പെട്ട സ്വാമി നെന്മാറ, എന്റെ സഹധർമ്മിണി ശ്രീമതി കോമള. ഹായ്, മലബാരൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കൊപ്പം ഞങ്ങളും, ഞങ്ങൾക്കൊപ്പം നിങ്ങളും. നിങ്ങൾ തരുന്ന നിലവാരം, അതാണ് ഞങ്ങളുടെ മലബാരം. നന്ദി, നമസ്കാരം. നമസ്കാരം. കഴുകി വെച്ചിട്ട് അവിടെ പണിയുണ്ട്, തുടക്കണം, അടിച്ചു വാരാൻ കിടക്കണം, എന്തൊക്കെ പണികൾ കിടക്കണം. കഴുകി വെക്കട്ടെ. പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ടിരുന്ന ചളി പിടിച്ച് കിടക്കുന്നുണ്ട്. പിള്ളേർ വരും ഇപ്പോ. 2-3 അല്ലേ? എവിടെ രാമേട്ടൻ? എവിടെ? ഇവിടെ ഇല്ല. ഇല്ലേ? ആരാണ്? മനസ്സിലായില്ല. 1, 2, 3 ആ മരം, ആ തേക്ക്. ഇതൊരു തേക്ക്, ഇതൊരു വാഗ. ഇത് ഇന്നലെ കൊടുത്ത 15 വില കെട്ടിട്ടേ കാശ് ഇന്നലെ ഒരു 5000 അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് രാമേട്ടൻ്റെ. ഞങ്ങൾ അറിഞ്ഞില്ല. എന്റെ അടുത്ത് പറഞ്ഞെന്തറിയോ, ഭാര്യയും മക്കളും കൂടിയിട്ട് അവർ വീട്ടിൽ പോയിരിക്കാൻ കൊല്ലംകോട്. അപ്പോ മരം ഇത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ പോയ വഴിക്ക് ഇത് കച്ചവടമാക്കിയതാണ്. എന്റെ അടുത്ത് അത്രയും സങ്കടത്തിൽ പറഞ്ഞാണെന്ന്. ഞാൻ ചിറ്റലഞ്ചേരിയിലേ എനിക്കൊരു പേട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോ അവിടെ സെൻട്രലിൽ ഇപ്പൊ 2-3 ആളുടെ മരം മുറിക്കുന്നുണ്ട്. 2-3 ആളുടെ വിവരമൊന്നും എനിക്കറിയില്ല. ആളിവിടെ ഇല്ല. എന്റെ കൂടെ പണിയുന്ന പിള്ളേരുണ്ട്. അവര് 3 മഴ കൊടുത്ത് വിട്ട പണിക്കാരുണ്ട്, കൂലിക്കാര്. അവരിപ്പോ മുറിക്കാൻ വേണ്ടി വരികയാണ്. അതിപ്പോ 5000 രൂപ കൊടുത്തിട്ടുണ്ട്. അതൊന്നും പറ്റില്ല. മരവേ ഇവിടെ മുറിക്കാൻ സമ്മതിക്കില്ല. എന്താ നിങ്ങൾ പറഞ്ഞാൽ? സമ്മതിക്കില്ല. ഞങ്ങൾ അറിയില്ലല്ലോ കാര്യം. നിങ്ങളുടെ ഭർത്താവ് വാങ്ങിയത് ഭർത്താവ് ഞങ്ങൾ അറിയാം. 5000 രൂപ 5000 അല്ല 50000 വാങ്ങിയാലും ഞങ്ങൾക്ക് അറിയില്ല. ഇന്നലെ രാവിലെ 10 മണിക്ക് ചായ കുടിക്കാൻ വേണ്ടി വന്നപ്പോ എപ്പോ വാങ്ങിച്ചാലും പണിക്കാരുണ്ട്. അപ്പോഴാണ് എന്റെ മരം കൊണ്ടുപോട്ട് അങ്ങനെ ഞങ്ങൾ വന്നു. എപ്പോ വാങ്ങിച്ചാലും ശരി, ഈ മരം മുറിക്കാൻ ഞങ്ങൾ അയക്കില്ല. എന്റെ മകന് വീട് പണിയുണ്ട്, അതിന് വേണം. എന്തോ എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ഒരു ഭർത്താവ്. എനിക്കും മനസ്സിലായില്ല. നിങ്ങൾ കൊടുക്കുമ്പോ ആലോചിക്കണ്ട. വീട്ടുകാരോട് ഡീസന്റായി പറഞ്ഞു വെക്കാണ്. വീട്ടിലെ കട്ടിലും അലമാരൊക്കെ കൊണ്ടുപോയിട്ട് വീട്ടിലെ കട്ടിലും അലമാരൊക്കെ കൊണ്ടുപോയത് നല്ല ആള്. ഞങ്ങൾ ഞാൻ നിങ്ങളെ കൊണ്ട് ആണുങ്ങൾക്ക് ഒരു വിലയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കൊടുത്തത്. ആണുങ്ങൾക്ക് വില ഞങ്ങൾക്ക് കുടുംബത്തെ വെളിയില് മാന്യനായിട്ട് നടക്കും. വീട്ടിൽ എന്താ കാര്യം നിങ്ങൾക്ക് അറിയോ? അറിയില്ലല്ലോ. മരം മുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മകന് അവിടെ വീട് പണിയുന്നുണ്ട്, അതിന് കട്ടിലും ജനലും. നമ്മള് കച്ചവടക്കാരാണ്. ഒരു ഇടപാട് ചെയ്യുമ്പോ തേക്കാകട്ടെ മരമാകട്ടെ വീടാകട്ടെ എന്താണ് കച്ചവടക്കാരെ കൊണ്ട് ഭാര്യനെ കൊണ്ട് മക്കളെ കൊണ്ട് വെക്കുവോ? ഭാര്യനെ കൊണ്ട് മക്കളെ അന്ന് വാങ്ങിയ ആൾ വീട്ടിൽ വന്ന് പറയണ്ട, ഞങ്ങളുടെ അടുത്ത് പറയണ്ടേ? അയാൾ നിങ്ങൾ ഇവിടുത്തെ ഭരണോ അല്ലേ? അയാൾ ഒറ്റയ്ക്ക് നിങ്ങളാണ് ഭരണം. എനിക്ക് മനസ്സിലായി. ഞങ്ങള് ഭരണോ ആണോ അല്ലയോ എന്തോ ആയിക്കോട്ടെ. അയാൾ ഒറ്റയ്ക്ക് വെച്ചുണ്ടാക്കിയതല്ലോ, ഞങ്ങള് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. എന്റെ 5000 രൂപ ഓടിച്ചിട്ടുണ്ട്. 5000 വാങ്ങി അയാൾ കാണുമ്പോ ചോദിക്കുക. അത് വയനാടോ കോഴിക്കോടോ അവിടെ പോയി എപ്പോ വരുന്ന അറിയില്ല. ചിലപ്പോ വരുമ്പോ നമ്പർ ചായക്കടക്കാരും കൂടി പറഞ്ഞു ആൾ ഡീസൽ വാങ്ങിക്കോളുന്നത്. വെളിയിലൊക്കെ നല്ല മാന്യനാണ്. ഉള്ളിൽ എന്താ വിഷയം എന്ന് അറിയോ? നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. ശരി, ഈ ഒരു ഉടായ്പും കൊണ്ട് ഇങ്ങനെ നടന്നു സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കന്നെ. അത് എന്ത് ചെയ്താലും ഞങ്ങൾക്ക് അറിയില്ല. പറ്റിക്കാൻ വേണ്ടി നമ്മുടെ മരം ഇവിടെ മുറിക്കാൻ ആള് കൊണ്ടുവരും വേണ്ട, ഞങ്ങൾക്ക് അറിയൂല. പൈസ കൊടുത്തവരായി വാങ്ങിയത്. വേറെ മഴ കൊടുത്ത് മുറിച്ചിട്ടേ പോകുള്ളൂ. കാണാം, മുറിക്കാൻ വരുമ്പോ കാണാം. ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുക്കണ്ട. ഞാൻ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കും. ഓ ശരി, ആയിക്കോട്ടെ. അത് വാങ്ങിയത് ഞങ്ങൾക്ക് അറിയില്ല. പരാതി കാശും മേടിച്ചിട്ട് ആള് മുങ്ങിയവേ. കൊടുക്കുമ്പോ അറിയില്ല, വാങ്ങാൻ വരുമ്പോ അറിയുള്ളൂ. ഇങ്ങനെ 4 ആളുണ്ടെങ്കിൽ നമ്മളെ കച്ചവടം കഴിക്കും. കച്ചവടം ആലോചിക്കണം കൊടുക്കുമ്പോ. ഇങ്ങനെ തരികിടക്കള് കാണോ? ഭൂലോക തരികിടക്കള്. ഞാൻ കൊടുത്തവന് പറയാം ആദ്യം.